ഉണ്ടാക്കാൻ പോകുന്നത് മെക്സിക്കൻ റൈസ് അല്ലെങ്കിൽ സ്പാനിഷ് റൈസ്. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ നല്ലൊരു റൈസാട്ടോ. ഇത് നല്ലൊരു ടെക്സ്റ്റാണ് ഇതിന് കാണാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ആദ്യമേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഇത് നമുക്ക് ടൊമാറ്റോ പ്യൂറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് 3 വലിയ തക്കാളിയാണ് എടുക്കേണ്ടത്. തക്കാളി എടുത്തതിന് ശേഷം തക്കാളിയുടെ മോൾ വശം ഇതുപോലെ ചെറുതായിട്ട് കത്തിയും കൊണ്ട് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. ഇത് പൊട്ടിക്കുമ്പോൾ തൊലി മാത്രമേ പൊട്ടാൻ പാടുള്ളൂ, ഉള്ളുവശം പൊട്ടാൻ പാടില്ല. ഇതുപോലെ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിരിക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം വേണം ഈ തക്കാളി ഇതിലേക്ക് ഇടാനായിട്ട്. തിളച്ച വെള്ളത്തിലേക്ക് തക്കാളി ഇട്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഇളകി തുടങ്ങി. ഇതുപോലെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇളക്കി മാറ്റാം. ഇത് തൊലി മാറ്റിയ ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 10 വെളുത്തുള്ളി, ഇത് ചെറുതാണ്, ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് വെള്ളം ചേർക്കാതെ സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ ഇത് മാറ്റി വെക്കാം. ഇതിനായിട്ട് 1 കപ്പ് ബാസ്മതി റൈസ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം, സവാള അരിഞ്ഞത് 1/4 കപ്പ്. സവാള സോഫ്റ്റ് ആകണം. സവാള ഞാൻ അരിഞ്ഞേക്കുന്നത് സ്ക്വയർ പീസസ് ആയിട്ടാണ്. മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ക്യാപ്സിക്കം, 1/4 കപ്പ് ഗ്രീൻ പീസ്. വെജിറ്റബിൾസ് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. അരി കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അരി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് പൊരിയുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അതുവരെ നമ്മൾ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് ഈ റൈസിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ റൈസിൻ്റെ അകത്തുനിന്ന് നല്ലൊരു ഫ്ലേവർ വരും. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ ടൊമാറ്റോ പ്യൂറി ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. 2 കപ്പ് വെള്ളം. അരി എടുത്ത സെയിം കപ്പിൽ തന്നെ വേണം വെള്ളം എടുക്കാനായിട്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പ്, ചിക്കൻ ക്യൂബ് 1 എണ്ണം, ചിക്കനോ വെജിറ്റബിളോ ചേർക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ ഒറിഗാനോ ഇതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കുക. അതിനുശേഷം ഇത് അടച്ച് വേവിക്കാം. മൂടിയതിൽ ഹോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റി വരണം. കുറച്ച് സമയമായിട്ടുണ്ട്. ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ അടച്ചു വെക്കാം. ഇനി ഇത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം വറ്റി കഴിഞ്ഞാൽ ഉടനെ തന്നെ റൈസ് അത്രയും വെന്തിട്ടുണ്ടാവില്ല. ആ 20 മിനിറ്റും കൂടെ വെക്കുമ്പോഴാണ് നന്നായിട്ട് വേകുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കാം. ഇത് ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. നല്ല കറക്റ്റാണിത്. അപ്പോൾ മെക്സിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ആട്ടോ ഇത്. ഇതധികം സ്പൈസി അല്ല. ഇതിൻ്റെ ടേസ്റ്റ് വേറെ നമ്മുടെ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നുമല്ല. ഇത് ഒറിഗാനോ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.